ഇസ്ലാമിക ചരിത്രത്തിലും വിശ്വാസത്തിലും പരാമർശിക്കപ്പെടുന്ന ഒരു വിഭാഗമാണ് യഅജൂജ് മഅജൂജ്. അവരെക്കുറിച്ച് ഖുറാനിലും ഹദീസുകളിലും വിശദമായി പറയുന്നുണ്ട്. ഖുറാനിൽ പറയുന്നത് പ്രകാരം ദുൽഖർനൈൻ എന്ന രാജാവ് ഒരു വലിയ ഇരുമ്പ് മതിലുകൾ ഉപയോഗിച്ച് അവരെ ഒരു പ്രത്യേക സ്ഥലത്ത് തടഞ്ഞു നിർത്തിയിരിക്കുന്നു. ഈ മതിലുകൾ ലോകാവസാനം വരെ നിൽക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ലോകാവസാനത്തിന്റെ അടയാളങ്ങളിൽ ഒന്നാണ് അവരുടെ രംഗപ്രവേശം. അവർ പുറത്തു വന്നാൽ ഭൂമിയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയും മനുഷ്യർക്ക് അതിജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാവുകയും ചെയ്യും. പിന്നീട് ഈസാ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയാൽ ദൈവം അവരെ നശിപ്പിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. യഅജൂജ് മഅജൂജ് ഭൂമിയിൽ പ്രവേശിച്ചാൽ അവർ ആദ്യം ചെയ്യുന്നത് വെള്ളവും ആഹാരവും നശിപ്പിച്ച വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുകയാണ്. അവർ തടാകങ്ങളും നദികളും കുടിച്ചു തീർക്കുമെന്നും ഭൂമിയിലെ മുഴുവൻ വിഭവങ്ങളും നശിപ്പിക്കുമെന്നും പറയപ്പെടുന്നു. അവസാനം ഈസാ നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി അള്ളാഹു അവരുടെ കഴുത്തിൽ ഒരു തരം രോഗാണുവിനെയോ പുഴുക്കളെയും അയച്ച് അവരെ എല്ലാവരെയും ഒരേ സമയം നശിപ്പിക്കും. അതിനുശേഷം വലിയ പക്ഷികളെ അയക്കുകയും അവ ഈ മൃതദേഹങ്ങൾ കൊണ്ടുപോയി ആരും കാണാത്ത ഇടങ്ങളിൽ ഇടുകയും ചെയ്യും. തുടർന്ന് പെയ്യുന്ന കനത്ത മഴ ഭൂമിയെ ശുദ്ധീകരിക്കുകയും ചെയ്യും. യഅജൂജ് മഅജൂജിന്റെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ പ്രാദേശിക ജനങ്ങൾ സഹായം അഭ്യർത്ഥിച്ചപ്പോഴാണ് ദുൽഖർനൈൻ ചക്രവർത്തി ആ വലിയ മതിൽ നിർമ്മിക്കുന്നത്. ഇരുമ്പ് പാളികൾ ഉപയോഗിച്ചാണ് അദ്ദേഹം അതുണ്ടാക്കിയത്. പർവ്വതങ്ങൾക്കിടയിലെ വിടവ് നികത്താൻ ഇരുമ്പ് കഷ്ണങ്ങൾ വെച്ച ശേഷം പിന്നീട് അവ ഉരുക്കി കൂട്ടി ഉറപ്പിക്കാനായി ഉരുകിയ ചെമ്പൊഴിക്കുകയായിരുന്നു. ഈ മതിൽ കൃത്യമായി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ആധുനിക കാലത്ത് കണ്ടെത്താനായിട്ടില്ല. അതൊരു ദൈവിക രഹസ്യമായി അവശേഷിക്കുന്നു. ഇനി അവരുടെ രൂപത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചെറിയ കണ്ണുകളും പരന്ന മുഖവും ചുവന്ന നിറത്തിലുള്ള മുടിയുമുള്ളവരായിട്ടാണ് ഹദീസുകളിൽ അവരെ വർണ്ണിച്ചിരിക്കുന്നത്. യഅജൂജ് മഅജൂജിന്റെ വരവിന് ശേഷം ഭൂമിയിലെ മറ്റു വലിയ അടയാളങ്ങളിൽ ഒന്നാണ് ഭൂമിയിൽ നിന്നുള്ള ഒരു മൃഗത്തിന്റെ രംഗപ്രവേശം. ഈ മൃഗം മനുഷ്യരോട് സംസാരിക്കുമെന്നും സത്യവിശ്വാസികളെയും അവിശ്വാസികളെയും വേർതിരിച്ച് കാണിക്കുമെന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. അതിനുശേഷമാണ് സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്ന പോലുള്ള മറ്റു വലിയ അടയാളങ്ങൾ സംഭവിക്കുക. ഖുറാനിലെ സൂറത്തുൽ കഹഫിലാണ് ദുൽഖർനൈൻ ചക്രവർത്തിയെ കുറിച്ച് പറയുന്നത്. അദ്ദേഹം യാത്ര ചെയ്യുന്നതിനിടയിൽ യഅജൂജ് മഅജൂജിന്റെ ഉപദ്രവം സഹിക്കാൻ വയ്യാത്ത ഒരു ജനവിഭാഗത്തെ കണ്ടുമുട്ടുകയും അവരുടെ അപേക്ഷ പ്രകാരം അവരെ സംരക്ഷിക്കാനായി ഒരു വലിയ ഇരുമ്പ് മതിൽ നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തു. ഈ മതിലിന്റെ നിർമ്മാണത്തിനായി അവർ ഇരുമ്പ് പാളികളും പിന്നീട് അവയെ ഉരുക്കി ഉറപ്പിക്കാൻ ഉരുകിയ ചെമ്പോ ലെഡോ ഒഴിക്കുകയും ചെയ്തതായി പറയപ്പെടുന്നു. അവരുടെ യഥാർത്ഥ സ്ഥാനം കൃത്യമായി അറിയില്ലെങ്കിലും അതൊരു ദൈവിക രഹസ്യമായി അവശേഷിക്കുന്നു. യഅജൂജ് മഅജൂജിന്റെ വരവോടെ അവർ അതിവേഗം ഭൂമിയിലുടനീളം വ്യാപിക്കുമെന്നും അവരുടെ എണ്ണ കൂടുതൽ കാരണം എല്ലാ വിഭവങ്ങളും വളരെ പെട്ടെന്ന് നശിപ്പിക്കുമെന്നും ഹദീസുകളിൽ പറയുന്നുണ്ട്. അവർ ജനങ്ങളെ ആക്രമിക്കുകയും ഭൂമിയിൽ വലിയ അരാജകത്വം സൃഷ്ടിക്കുകയും ചെയ്യുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ആ ജനവിഭാഗം ദുൽഖർനൈൻ ചക്രവർത്തിയോട് പരാതി പറഞ്ഞത് യഅജൂജ് മഅജൂജ് ഭൂമിയിൽ വലിയ അക്രമങ്ങളും നാശനഷ്ടങ്ങളും ഉണ്ടാക്കുന്നു എന്നാണ്. അവർക്ക് അതിജീവിച്ചു പോകാൻ വളരെ ബുദ്ധിമുട്ടാണെന്ന് കാണിച്ച് അവരിൽ നിന്നും സംരക്ഷണം തരണമെന്ന് അവർ അപേക്ഷിക്കുകയായുണ്ടായത്. ഇനി ലോകാവസാനത്തിന് മുൻപ് യഅജൂജ് മഅജൂജ് പ്രത്യക്ഷപ്പെട്ടതിന്റെ ചരിത്രം പരിശോധിച്ചാൽ അവരിപ്പോഴും ആ വലിയ മതിലിന് പിന്നിൽ തടവിലാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ലോകാവസാനത്തിന്റെ വലിയ അടയാളങ്ങളിൽ ഒന്നാകെ തന്നെയാണ് അവരുടെ രംഗപ്രവേശം കണക്കാക്കുന്നത്. അല്ലാതെ ലോകാവസാനത്തിന് മുൻപ് അവരൊരിക്കലും പുറത്തു വന്നിട്ടില്ല. ഇസ്ലാമിക പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ പറയുന്ന യഅജൂജ് മഅജൂജിന്റെ മതിൽ എന്ന് പറയുന്നത് ചൈനയുടെ വൻമതിലാണെന്നതിന് യാതൊരുവിധ തെളിവുമില്ലെന്നാണ്. ഖുറാനിൽ പരാമർശിച്ചിരിക്കുന്ന മതിൽ ഒരു ദൈവിക നിർമ്മാണമാണെന്നും അതിന്റെ സ്ഥാനം മനുഷ്യർക്ക് കൃത്യമായി അറിയില്ലെന്നുമാണ് വിശ്വസിക്കപ്പെടുന്നത്. അതുകൊണ്ട് ചൈനയുടെ വൻമതിലിനെ യഅജൂജ് മഅജൂജിന്റെ മതിൽ എന്ന് വിശേഷിപ്പിക്കുന്നത് ഊഹാപോഹങ്ങൾ മാത്രമാണ്, അല്ലാതെ അതിന് ആധികാരികമായ അവരുടെ വംശപരമ്പരയെക്കുറിച്ച് ഇസ്ലാമിക പണ്ഡിതന്മാർ പറയുന്നത് അവർ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനായ യാഫിസിന്റെ സന്തതികളാണെന്നാണ്. യാഫിസ് ആണ് പിന്നീട് തുർക്കികളും മംഗോളിയരും ഉൾപ്പെടുന്ന മറ്റു ചില വിഭാഗങ്ങളുടെയും പൂർവികനായി കണക്കാക്കപ്പെടുന്നത്. യഅജൂജ് മഅജൂജ് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ മകനായ യാഫിസിന്റെ സന്തതികളാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഇവർ വളരെ ശക്തിശാലികളും ആക്രമണകാരികളുമായൊരു വിഭാഗമാണ്. ഒരു കാലത്ത് ഭൂമിയിൽ ഇവർ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയപ്പോൾ ദുൽഖർനൈൻ എന്ന ചക്രവർത്തി അവരുടെ ആക്രമണങ്ങൾ തടയാനായി ഒരു വലിയ ഇരുമ്പ് മതിൽ നിർമ്മിച്ച് അവരെ ഒരു പ്രത്യേക പ്രദേശത്ത് തടഞ്ഞു നിർത്തി. ഈ മതിൽ കാലങ്ങളായി അവിടെ തന്നെയുണ്ട്. യഅജൂജ് മഅജൂജ് ദിവസവും ഇത് തകർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അള്ളാഹുവിന്റെ അനുമതിയില്ലാതെ അവർക്കത് സാധ്യമാകുന്നില്ല. ലോകാവസാനത്തിന്റെ പ്രധാനപ്പെട്ട അടയാളങ്ങളിൽ ഒന്നാണ് ഇവരുടെ രംഗപ്രവേശം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.